A+2 സ്വാഗതം. എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകൾ വഴി ഭിന്നശേഷിക്കാർക്കായി നടപ്പാക്കുന്ന ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് കൈവല്യ. ഈ പദ്ധതി പ്രകാരം എന്തെല്ലാം ആനുകൂല്യങ്ങൾ ആർക്കൊക്കെ ലഭിക്കും, കൂടുതൽ യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ള വിവരമാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരു സംസ്ഥാന സർക്കാർ പദ്ധതിയാണ്. എംപ്ലോയ്മെൻറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. ഈ പദ്ധതി പ്രകാരം 4 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത് വൊക്കേഷണൽ ആൻഡ് കരിയർ ഗൈഡൻസ് പ്രോഗ്രാം എന്നുള്ളതാണ്. ഇത് ഒരു ഗൈഡൻസ് പ്രോഗ്രാം ആയിരിക്കും. അതിന് യോഗ്യതയും അഭിരുചിയും താല്പര്യവും ശേഷിയുമൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഡേറ്റാ ബാങ്ക് ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കരിയർ ഗൈഡൻസും മോട്ടിവേഷനും തൊഴിൽ സാധ്യതകളും ആനുകൂല്യങ്ങളും ഒക്കെ നിങ്ങളോട് പങ്കുവെക്കുന്ന ഒരു പരിപാടിയാണ്. രണ്ടാമത്തേത് കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. അതായത് ഒരു തൊഴിലിന് വേണ്ടി ഉദ്യോഗാർത്ഥിയെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലന പരിപാടിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ മൂന്നാമത് മത്സര പരീക്ഷാ പരിശീലനമാണ്. സർക്കാരിൻ്റെയോ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള മത്സര പരീക്ഷയ്ക്ക് ആവശ്യമായ ട്രെയിനിങ് നൽകുന്നതാണ്. ഇതിന് സ്റ്റൈഫൻറ്റും ഭക്ഷണവും ഒക്കെ ഈ കാലയളവിൽ ലഭിക്കുകയും ചെയ്യും. 60 ദിവസത്തേക്കുള്ള പരിശീലനമാണ്. മറ്റൊന്ന് സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയാണ്. കൈവല്യ എന്ന് പറയുന്ന ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ആകർഷണീയമായ പദ്ധതി എന്ന് പറയുന്നത് ഒരു സ്വയം തൊഴിൽ പദ്ധതി. ഈ കൈവല്യ എന്ന പദ്ധതിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഒരു വ്യക്തിക്ക് 50,000 രൂപ വരെ വായ്പ നൽകും. ചിലപ്പോൾ 1 ലക്ഷം രൂപയായി ഇത് ആവശ്യമുണ്ടെങ്കിൽ അത് ഉയർത്തി ലഭിക്കുകയും ചെയ്യും. ഗ്രൂപ്പ് സംരംഭങ്ങളും ഇതിൻ്റെ ഭാഗമായി ആരംഭിക്കാം. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പിലെ ഓരോ മെമ്പേഴ്സിനും ഇതേ നിരക്കിൽ, അതായത് 50,000 രൂപ വരെയുള്ള വായ്പ ലഭിക്കും. 50% സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭിക്കും. അത് 25,000 രൂപ വരെ ആയി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 10% തുകയെങ്കിലും സംരംഭകൻ്റെ വിഹിതമായി കണ്ടെത്തുന്നതിന് പ്രത്യേക നിബന്ധന പറഞ്ഞിട്ടില്ലെങ്കിലും ആവശ്യമായി വന്നേക്കും. കച്ചവടം നടത്താം, സേവനങ്ങൾ നടത്താം, ലഘുനിർമ്മാണ സ്ഥാപനങ്ങൾ നടത്താം, കൃഷി നടത്താം. ഇങ്ങനെ ഏതെങ്കിലും സ്വയം തൊഴിൽ മേഖലകളിൽ ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്ന തുക നമുക്ക് മുടക്കാം. 21 വയസ്സിനും 55 വയസ്സിനും ഇടയിലായിരിക്കും പ്രായം. കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. സാക്ഷരരായിരിക്കണം. എന്ന് വെച്ചാൽ എഴുതാനും വായിക്കാനും അറിഞ്ഞാൽ മതി. കൂടുതൽ അംഗവൈകല്യമുള്ള പക്ഷം ഒരു ബന്ധുവിനെ കൂടി ഉൾപ്പെടുത്തി അങ്ങനെ അവരും കൂടി ചേർന്നിട്ടുള്ള ഒരു വായ്പയായി ഇതിനെ നിഷ്കർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ നിലവിലുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലാണ് നമ്മൾ ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ. സൗജന്യമായി ഇതിനുള്ള ഫോറം കിട്ടും. ജില്ലാ കളക്ടർ ചെയർമാനും സബ് റീജിയണൽ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ കൺവീനറുമായുള്ള ഒരു ജില്ലാതല സമിതിയാണ് ഈ പദ്ധതി പ്രകാരമുള്ള അപേക്ഷകൾ പരിശോധിച്ച് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നത്. ഇതിനുവേണ്ടി പ്രത്യേക പരിശീലനവും ലഭിക്കുകയും ചെയ്യും. അതിനുശേഷം സംരംഭകൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രഷറിയിൽ നിന്നും തുക നൽകുകയും ചെയ്യും. 3 മാസത്തിന് ശേഷം ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്ന വായ്പയുടെ തിരിച്ചടവ് ആരംഭിച്ചാൽ മതിയാവും. ഇതിൻ്റെ എല്ലാ ഗൈഡൻസും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് തന്നെ ലഭിക്കും. ഇതിനുവേണ്ടി സന്ദർശിക്കേണ്ടത് www.employmentkerala.gov.in എന്ന സൈറ്റാണ്.